ഹായ് എവരിബഡി. ഇത് യമഹയുടെ ഇൻഡിക്കേറ്ററാണ്. ഞാൻ ഇപ്പോൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് സ്റ്റോക്ക് ഇൻഡിക്കേറ്റർ ഒടിഞ്ഞു പോയായിരുന്നു. അപ്പോൾ ഇതാണ് സ്റ്റോക്ക് ഇൻഡിക്കേറ്റർ. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പോർഷൻ ഒഴികെ ബാക്കി ഈ പോർഷൻ ഒടിച്ച് തൂങ്ങി കിടക്കുന്ന ഒരവസ്ഥയായിരുന്നു. അപ്പോൾ ഞാനത് മാറ്റി. അപ്പോൾ അനിയൻ്റെ ബൈക്കിൽ വെച്ചിരിക്കുന്ന ഇൻഡിക്കേറ്ററാണ്. ഇതിൻ്റെ ഉള്ളിൽ ഈ ഒരു രീതിയിലാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ബെറ്ററായിട്ട് തോന്നി. അങ്ങനെ ഞാനത് ഇപ്പോൾ യമഹയിൽ പോയി ഞാനത് വാങ്ങിയായിരുന്നു. 2 പെയർ ഞാൻ വാങ്ങി. കുറച്ച് റേറ്റ് കൂടുതലായിരുന്നു ഞാൻ മേടിച്ച സമയത്ത്. അത് എന്തായാലും ഞാനിപ്പോൾ ഒന്ന് പൊളിച്ച് നോക്കാം. എന്തായാലും അനിയൻ വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ നല്ല സാധനമാണ് എന്നുള്ളൊരു സജഷൻ വന്നുകൊണ്ട് തന്നെയാണ് ഞാനത് വാങ്ങിയത്. ഇതാണ് ആ ഒരു ഇൻഡിക്കേറ്റർ. അപ്പോൾ ഇതിന് എന്തായാലും ഞാൻ ഫിക്സ് ചെയ്യുന്നില്ല, എന്തായാലും വർക്ക്ഷോപ്പിൽ കൊണ്ട് കൊടുത്തേ ഫിക്സ് ചെയ്യാനായിട്ട് കഴിയുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. അതോടൊപ്പം തന്നെ മിറേഴ്സും വാങ്ങിയായിരുന്നു. അപ്പോൾ അതും കൂടെ ഇതിനോടൊപ്പം ഫിക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് മിറർ. ഇതിൻ്റെ ഒരു സൈഡ് ബോൾ ആൻഡ് സോക്കറ്റ് അല്ല, എന്താണ് ഈ അറേഞ്ച്മെൻ്റ് എന്നുള്ള കാര്യം അറിയാമെന്നുള്ളൊരു കമൻറ്റ് ചെയ്യണം. ഈ ഫ്രണ്ട് പോർഷനിലാണ് നമുക്ക് മിറർ ഫിക്സ് ചെയ്യാനുള്ളത്, ഈ ഒരു പ്ലേറ്റിൽ, നമ്പർ പ്ലേറ്റ് ഇരിക്കുന്ന പ്ലേറ്റിൽ. അതുപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സും ഫിക്സ് ചെയ്യണം. എല്ലാം ഒടിഞ്ഞ് പോയ അവസ്ഥയിലാണ്. ഇതാണ് സ്റ്റോക്ക് ഇൻഡിക്കേറ്റർ. ഞാൻ വണ്ടി മൊത്തത്തിൽ ഫെയറിംഗ് കിറ്റൊക്കെ പൊളിച്ചിട്ടാണ് കൊണ്ടുവന്നിരുന്നത്. ഇവിടേക്കാണ് ഇനി ഫിക്സ് ചെയ്യാനുള്ളത്. ഇതാണ് സ്റ്റോക്കും അതുപോലെ പിറകിരിക്കുന്നത് ഇനി വെക്കാനുള്ള ഇൻഡിക്കേറ്ററുമാണ്. ഒരെണ്ണം മാത്രമാണ് സ്റ്റോക്കായിട്ട് കിട്ടിയത്. അത് ഞാൻ തിരിച്ച് മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇതിൽ ഈ ഒരു കണക്ഷൻ വയറിനകത്ത് ഈ ഒരു പീസ് നമ്മുടെ സ്റ്റോക്കിലുള്ളതാണ്, ഇത് വാങ്ങിയതിലുള്ളതാണ്. പക്ഷേ ആ വാങ്ങിയതുള്ളത് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, അത് റിമൂവ് ചെയ്ത് ഡയറക്റ്റ് കണക്ട് ചെയ്താൽ മതിയാവും. ഞാനത് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് പറയുന്നതാണ്. അപ്പോൾ ഇതെന്തായാലും നോർമലി ഉള്ളത് കൊണ്ട് ഫിക്സ് ചെയ്യുവാണ് എൻ്റെ ഒരു ഇൻഡിക്കേറ്റർ. ബാക്കിയുള്ള പോർഷനിലെല്ലാം പുതിയതാണ്. വർക്ക്ഷോപ്പിലെ ചേട്ടൻ കുറച്ച് പണിപ്പെട്ടു ഇതൊന്ന് ഫിക്സ് ചെയ്യാനായിട്ട്. ആക്ച്വലി ഇങ്ങനെ ഒടിഞ്ഞു തൂങ്ങിയിരുന്ന ഇൻഡിക്കേറ്ററിനെയാണ് അത് റിമൂവ് ചെയ്യുന്നു. ആ ഒരു പീസിനെ റിമൂവ് ചെയ്തതിന് ശേഷം, ഇത് പിറകിലിരിക്കുന്നതും സെയിം പീസ് തന്നെയാണ്. ഇത് റിമൂവ് ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ മേടിച്ച ഇൻഡിക്കേറ്ററിൻ്റെ ഈ ഒരു ബാക്ക് ഭാഗത്തിലോട്ട് കുത്തി കയറ്റിയിട്ട് ഫ്ലക്സ് ക്യൂക്ക് വെച്ചിട്ട് ഉരുക്കി ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഫിക്സ് ചെയ്ത ഇൻഡിക്കേറ്റേഴ്സാണ് ഈ കാണുന്നത്. വർക്ക്ഷോപ്പിൽ ഇൻഡിക്കേറ്ററിൻ്റെ വർക്കെല്ലാം ഓൾമോസ്റ്റ് കഴിഞ്ഞു. കണക്ഷൻസ് എല്ലാം പുതുതായിട്ട് വാങ്ങിച്ച ഇൻഡിക്കേറ്റേഴ്സിനൊക്കെ ഡയറക്റ്റാണ് വയർ ലെഗുകൾ വെച്ചിട്ട് കൊടുത്തിരിക്കുന്നത്. ബൈക്കിൽ നേരിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. അടുത്തത് എന്ന് പറയുന്നത് മിറേഴ്സാണ്. മിറേഴ്സ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതായത് ആക്ച്വലി ഈ 2 സ്ലോട്ടുകളിലാണ് പഴയ RSൻ്റെ മിറേഴ്സ് വെച്ചിരുന്നത്. ഇപ്പോൾ പുതുതായിട്ട് ഞാൻ ഒരു സ്ലോട്ട് ഡ്രില്ല് ചെയ്ത് വെച്ചിട്ടാണ് ആ ഒരു പുതിയ ആലൻ കീസ് ഞാൻ ഈ ഒരു മിറേഴ്സിന് വേണ്ടി വെച്ചിരിക്കുന്നത്. നല്ല വിസിബിലിറ്റി ഉണ്ട്, നല്ല യൂസായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ ഞാനത് ഫിക്സ് ചെയ്ത് ഉപയോഗിച്ച് നോക്കി, നന്നായിട്ടുണ്ട്. ഇതാണ് സ്റ്റോക്ക് ഇൻഡിക്കേറ്ററും ഞാൻ ആദ്യം കാണിച്ചിരുന്നത്. അതുപോലെ മിറേഴ്സ് ഞാൻ ഫിക്സ് ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ അഡീഷണൽ ഒരു ബോൾട്ടും കൂടെ അഡീഷണൽ ഫിക്സ് ചെയ്തിട്ടുണ്ട് 2 സൈഡിലും. ഇങ്ങനെയാണ് ഇത് മിറേഴ്സ് അടച്ച് വെക്കുന്നത്. ഇത് ബോൾ ആൻഡ് സോക്കറ്റ് അറേഞ്ച്മെൻ്റ് അല്ല. ഇത് അറേഞ്ച്മെൻറ്റ് എന്താണെന്നുള്ളത് അറിയാമെന്നുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഓക്കെ.